ധർമ്മസ്ഥലയിൽ കൂട്ടത്തോടെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയെ സഹായിച്ച രാഷ്ട്രീയ ഹിന്ദു ജാഗരൺ വേദിക പ്രസിഡന്റ് മഹേഷ് ഷെട്ടി തിമറോട്ടിയുടെ വീട്ടിൽ SIT റെയ്ഡ്. മഹേഷ് ഷെട്ടി തിമറോട്ടിയുടെ ഉജിരിയിലുള്ള വീട്ടിലാണ് പ്രത്യേക അന്വേഷണ സംഘം റെയ്ഡ് നടത്തിയത്. നേരത്തെ അറസ്റ്റിലായ മുൻ ശുചീകരണ തൊഴിലാളി CN ചിന്നയെയും റെയ്ഡിൽ SIT ഉദ്യോഗസ്ഥർക്കൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 മാസം ചിന്നയ്ക്ക് മഹേഷ് ഷെട്ടി തിമറോടിയാണ് സ്വന്തം വീട്ടിൽ അഭയം നൽകിയതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. BJP ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിന് അറസ്റ്റിലായ തിമറോടി നിലവിൽ ജാമ്യത്തിലാണ്. ധർമ്മസ്ഥലയിലെ വിവാദങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്തതിന്റെ പേരിൽ കേസെടുത്തതിനെ തുടർന്ന് യൂട്യൂബർ സമീർ MD കഴിഞ്ഞ ദിവസം ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരുന്നു. 2 അഭിഭാഷകർക്കൊപ്പമാണ് സമീർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. ജൂൺ 21-ന് സമീറിന് ദക്ഷിണ കന്നഡ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ധർമ്മസ്ഥല കേസിന്റെ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറണമെന്ന് കർണാടക BJP അധ്യക്ഷൻ B. റൈ വിജയേന്ദ്ര ആവശ്യപ്പെട്ടിരുന്നു. കേസ് സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്യുന്ന രീതി ഭക്തർക്കിടയിൽ ആശങ്കയുണ്ടാക്കുകയാണെന്നും വിജയേന്ദ്ര പറഞ്ഞിരുന്നു. ഓഗസ്റ്റ് 23-നാണ് CN ചിന്നയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. വ്യാജ പരാതി നൽകൽ, അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു അറസ്റ്റ്. ഇയാളുടെ അറസ്റ്റിനെ സ്വാഗതം ചെയ്ത് ധർമ്മസ്ഥലയിലെ നിലവിലെ ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡെ രംഗത്തെത്തിയിരുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ക്ഷേത്ര നഗരം നേരിടുന്നതെന്നും അത് ഭക്തർക്കും പ്രദേശവാസികൾക്കും വൻതോതിൽ വലിയ ദുഃഖമുണ്ടാക്കിയെന്നും വീരേന്ദ്ര ഹെഗ്ഡെ പറഞ്ഞു. സത്യം ജയിക്കുമെന്നും നീതി നടപ്പിലാകുമെന്നും ഹെഗ്ഡെ പറഞ്ഞു. ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട നിരവധി പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയിട്ടുണ്ടെന്നായിരുന്നു CN ചിന്നയുടെ വെളിപ്പെടുത്തൽ. അവസാനം കുഴിച്ചിട്ട മൃതദേഹത്തിന്റെ അസ്ഥിയടക്കം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയായിരുന്നു അദ്ദേഹം പരാതി നൽകിയത്. ചിന്നയെ ഹാജരാക്കിയ തലയോട്ടി ഉൾപ്പെടെയുള്ള തെളിവുകൾ വ്യാജമാണെന്നാണ് അന്വേഷണ സംഘത്തിലെ കണ്ടെത്തൽ. മൊഴിയനുസരിച്ച് ധർമ്മസ്ഥലയിലെ വിവിധയിടങ്ങളിൽ കുഴിയെടുത്ത് പരിശോധന നടത്തിയെങ്കിലും 2 ഇടങ്ങളിൽ നിന്ന് മാത്രമാണ് അസ്ഥികൾ ലഭിച്ചത്. പുരുഷന്റെ അസ്ഥിയാണ് ഇതെന്നതാണ് പ്രാഥമിക നിഗമനം. ഈ അസ്ഥികളുടെ ഫോറൻസിക് പരിശോധനാ ഫലവും പുറത്തുവരാനുണ്ട്. സംഭവത്തിൽ കൂടുതൽ പേർ അറസ്റ്റിലായേക്കുമെന്നാണ് സൂചന.